ബൾട്ടി നല്ല റിവ്യൂസ് വന്നിട്ടും തിയേറ്ററിൽ വലിയ കാര്യമായ വിജയമൊന്നും കിട്ടാതെ പോയൊരു സിനിമയാണ് ഇത്. OTTയും ഒരുപാട് താമസിച്ചാണല്ലോ വന്നത്. ഈ മൂഡിലുള്ള സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പടം തുടങ്ങി ഒരു പോയിന്റ് എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്ലൈമാക്സ് പോലും എങ്ങനെ ആവുമെന്ന്. നമ്മൾ ചിന്തിച്ചതിൽ നിന്നും ഒരു മാറ്റം വരുമ്പോഴാണല്ലോ ഒന്നുകൂടെ സിനിമ ഇഷ്ടമാകുന്നത്. പക്ഷെ ഈ സിനിമ ഫ്ലാറ്റായി ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെ പോയത് എഴുത്തിലെ ഒരു പോരായ്മയായി തോന്നി. പിന്നെ ഷെയ്നും പൂർണിമ ചേച്ചിയും അൽഫോൺസും അങ്ങനെ അഭിനയിച്ചവരെല്ലാം കിടിലനായി ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് പടം ബോറടിക്കില്ല. പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. ഒരു ലാഗ് പോലും തോന്നിയില്ല. വലിയ പുതുമയൊന്നുമുള്ള കഥയല്ല. നായികയുടെ കുടുംബത്തിന് പ്രശ്നം വരുമ്പോൾ നായകൻ വില്ലന്റെ കൂടെയുള്ള ആളാണെങ്കിൽ വില്ലനെതിരെ തിരിയും എന്ന് നമുക്ക് അറിയാം. പിന്നെ ഇങ്ങനെ ഒരു പടത്തിൽ നായികയ്ക്കോ അവളുടെ കുടുംബത്തിനോ പ്രശ്നം വരുമെന്ന് ഉറപ്പാണ്. ഇനി നായിക ഇല്ലെങ്കിൽ കൂടി നായകൻ ഇതേപോലെ ഒരു ഗാങ്ങിന്റെ കൂടെ കൂടുമ്പോൾ തന്നെ നമുക്കറിയാം അവസാനം ഇത് വള്ളിയാകുമെന്ന്. ഈ പുള്ളി നല്ല സെറ്റായി ചെയ്തിട്ടുണ്ട്. അടിയോ ബഹളമോ ഒന്നുമില്ലാതെ പുള്ളിയുടെ ശാന്തമായ സംസാരവും നോട്ടവും ഒക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇയാളെന്നോ വലിയ പുള്ളിയാണെന്ന്. പിന്നെ ശാന്തനും. പുള്ളി ഏഞ്ചൽ ജോൺ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന മലയാള സിനിമ. പുള്ളിക്കൊക്കെ കുറച്ചുകൂടെ നല്ല വേഷങ്ങൾ കിട്ടിയാൽ നന്നായി ചെയ്യും. നായകൻ തന്നെ ചെയ്യാതിരുന്നാൽ മതി. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇതിനു മുൻപിറങ്ങിയ മുറ എന്ന സിനിമയുമായി നല്ല സാമ്യം തോന്നി. സ്റ്റോറി ലൈൻ ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. ആദ്യം കണ്ടതുകൊണ്ട് മാത്രമല്ല നല്ലൊരു സിനിമ ആയതുകൊണ്ട് തന്നെ മുറയാണ് എനിക്ക് ഇതിലും ഇഷ്ടപ്പെട്ടത്. ക്ലൈമാക്സിൽ ചെറിയൊരു ആ സിനിമയെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ബൾട്ടി ഒരു മോശം ചിത്രവുമല്ല, അത്ര വലിയ നല്ലൊരു സിനിമയുമല്ല. ബോറടിക്കാതെ ലാഗില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നന്നായി എടുത്തു വെച്ചിരിക്കുന്ന നല്ല ഫൈറ്റ് ഒക്കെ ഉള്ള ഒരു സിനിമ. തിയേറ്ററിൽ കണ്ടായിരുന്നെങ്കിലും പൈസ നഷ്ടമായില്ല. അതിനുള്ളതൊക്കെ സിനിമയിലുണ്ട്.